ഇന്നേറ്റീവ് ലിസണിങ്ങിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ്, ലിസൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്യണോ അതോ ഒന്ന് ലിസൺ ചെയ്യുന്ന സമയത്ത് പേപ്പറിൽ എഴുതി എടുത്തിട്ട് പിന്നെ പതിയെ ടൈപ്പ് ചെയ്താൽ മതിയോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ് നോക്കാം. നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത് തന്നെ ടൈപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ യു ക്യാൻ സേവ് യുവർ ടൈം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറിയിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ദർ ഇസ് എ ചാൻസ് ഓഫ് മേക്കിംഗ് ഗ്രമാറ്റിക്കൽ ആസ് വെൽ ആസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സോ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഒന്നും കൂടാതെ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ കൂടാതെ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് റൈറ്റിംഗ് ഫസ്റ്റ് ദെൻ ടൈപ്പിംഗ്. അതായത് ഓഡിയോ ലിസൺ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊന്ന് പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് പിന്നെ സമയമെടുത്ത് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ മെയിൻറ്റെയിൻ ദ വേർഡ് ഓർഡർ. അപ്പോൾ ഗ്രാമാറ്റിക്കൽ എറേഴ്സും സ്പെല്ലിംഗ് എറേഴ്സും ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ നമുക്ക് കൂടുതൽ സമയം വേണം, കാരണം നമ്മൾ റൈറ്റ് ചെയ്തിട്ട് പിന്നെ ടൈപ്പ് ചെയ്യല്ലേ. സോ ഇറ്റ് ടേക്സ് മച്ച് ടൈം. സോ മൈ പേഴ്സണൽ സജഷൻ ഈസ് ദാറ്റ് യൂസ് ദ കോമ്പിനേഷൻ മെത്തേഡ്. അതായത് വേർഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഗ്രാമാറ്റിക്കൽ എറേഴ്സും ഒക്കെ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് കോമ്പിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക.